റോഡിലും പൊതുസ്ഥലത്തും എന്തിനു പറയുന്നു ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഹോട്ടലിൽ പോലും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന മലയാളി. ഭക്ഷണം ഓർഡർ ചെയ്താൽ കാത്തിരിക്കാൻ തയ്യാറല്ല. ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന പ്രവണത. നമ്മുടെ നാട്ടിലെ പല അക്രമ സംഭവങ്ങൾക്കും കാരണം ഇതുപോലുള്ള നിസ്സാര പ്രശ്നങ്ങളാകും. കൊല്ലം ഇരുവിപുരത്ത് ബിരിയാണി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഹോട്ടൽ ജീവനക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ബിരിയാണി തീർന്നു പോയെന്ന് പറഞ്ഞതിലുള്ള തർക്കമായിരുന്നു ആക്രമണത്തിന് കാരണം. ഇരുവിപുരത്തിന് സമീപം വഞ്ചിക്കോവിലുള്ള നെല്ലിക്ക ഹോട്ടലിലെ ജീവനക്കാരനായ രാഹുലിനെ ആക്രമിച്ച കേസിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കാറിലെത്തിയ രണ്ടുപേർ കടയുടമയോട് ബിരിയാണി ആവശ്യപ്പെട്ടു. തീർന്നുപോയെന്ന് പറഞ്ഞതിലുള്ള വിരോധത്തിൽ ഇരുവരും അസഭ്യം പറയുകയും കയ്യേറ്റ ശ്രമം നടത്തുകയുമായിരുന്നുവെന്ന് കടയുടമ പറയുന്നു. കേസ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ പോയ സമയത്ത് ഇവർ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്താണ് പോയി ഒരു 5-6 പേര് ഇവിടെ വന്ന് നമ്മൾ സ്റ്റാഫ് വേന കടയിൽ കയറി ഇവിടെ ഇട്ട് അടിക്കുകയും ഇവിടുന്ന് അടിച്ചടിച്ച് അകത്ത് കൊണ്ടുപോയി അകത്തിട്ട് വർദ്ധിക്കുകയും ചെയ്തു. പോലീസിൽ പരാതി നൽകാനായി കടയുടമ പോയ സമയം അക്രമികൾ പിന്നെയും എത്തി ജീവനക്കാരനെ മർദ്ദിച്ചു. ജീവനക്കാരനായ രാഹുലിന് തലയ്ക്കും കാലിലും പരിക്കേറ്റതായും എഫ്ഐആറിൽ പറയുന്നു. 4 പേര് വന്നു. 4 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് നീയാണ് പിടിച്ച് മാറ്റിയതെന്ന് ചോദിച്ചിട്ട് അടിച്ചു. ഫസ്റ്റ് അടി കൂടെ അടിച്ചു. പിന്നെ ആ സമയത്ത് കൂടെ വന്ന കണ്ണനെന്ന് പറഞ്ഞ ആൾ കയറി വന്നിട്ട് തന്നെ അടിച്ച് കടയ്ക്കകത്ത് കയറ്റി. കൂടെ കിടന്നൊരു മോപ്പിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു, അത് വെച്ച് അടിച്ചു. കസാര വെച്ചടിച്ചു. കാലിലൂടെ ചവിട്ടി. സംഭവത്തിൽ വാളത്തുങ്കൽ സ്വദേശികളായ അച്ചു, കണ്ണൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളും പരാതിക്കാരും തമ്മിൽ മുൻവിരോധമുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. ആക്രമണത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊല്ലം.